ഹലോ, ഇന്ന് നമുക്ക് ഒരു ടേബിൾ ടോപ്പ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. വീട്ടിലധികം സ്പേസ് ഇല്ലാത്തവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും, അത്ര സ്ഥലവും വേണ്ട. അതിനുവേണ്ടി നമുക്ക് ഇതേപോലെ കുറച്ച് പ്ലാസ്റ്റിക് സ്പൂൺസ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഇതേപോലെ ആ സ്റ്റിക്ക് പോർഷൻ നമുക്കൊന്ന് മുറിച്ച് കൊടുക്കാം. ഇനി ഇതേപോലെ ഒരു ബോട്ടിലെടുത്തിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമുക്കിതൊക്കെ ഇതിലിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ മാക്സിമം ടൈറ്റ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ചെറിയ സ്പൂണ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. വലിയ സ്പൂണിനേക്കാളും നന്നായിട്ട് തോന്നിയത് ചെറിയ സ്പൂണാണ്. നിങ്ങൾക്ക് ഇതേ സംഭവത്തിൽ നമ്മൾ ഈ സ്പൂണ് സ്റ്റിക്ക് ചെയ്യണതിന് പകരം പാസ്തയോ അല്ലെങ്കിൽ പേപ്പറോ എന്ത് വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്യാം. തംബ്നെയിലിൽ കാണുന്ന പിക്ചറിൽ പാസ്തയാണ് ഒട്ടിച്ചിരിക്കുന്നത്. സ്പൂൺ നമുക്ക് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും, അങ്ങനെ വാങ്ങിയിട്ട് നമുക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് ലെയർ ഒട്ടിക്കുമ്പോൾ മാക്സിമം തിക്കായിട്ട് തന്നെ ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ ഗ്ലാസിൻ്റെ ബോട്ടിലിൽ ഇത് സ്റ്റിക്ക് ചെയ്യാൻ കാരണം ഇതിൻ്റെ ഉള്ളിൽ LED ബൾബ് ഇട്ടാൽ ലൈറ്റ് പുറത്തേക്ക് വരും, അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. കാർഡ്ബോർഡിൻ്റെ ആകുമ്പോൾ നമ്മൾ പുറത്തു കൂടെ ചുറ്റി കൊടുക്കാനേ പറ്റുള്ളൂ. ഇനി ഇതേപോലെ ഞാനൊരു ഹാർഡ് ബോർഡിൻ്റെ ടിഷ്യൂ റോളിൽ കഴിഞ്ഞതിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഇതേപോലെ ഇതിൻ്റെ സ്റ്റെമ്മായിട്ട് അടിയിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇതെല്ലാതും ഞാൻ ഒരു പ്ലാസ്റ്റിക് പ്ലേറ്റിലാണ് അറേഞ്ച് ചെയ്യണത്. ഇത് കഴിയുമ്പോൾ അത് ഇങ്ങനെയാവും. ഞാൻ ഇതിൻ്റെ ചില ലീവ്സൊക്കെ ഒന്ന് ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കി കൊടുത്തിട്ടുണ്ട്, ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഗ്രീൻ കളർ അക്രിലിക് പെയിൻറ്റോ അല്ലെങ്കിൽ ഗ്രീൻ കളർ സ്പ്രേ പെയിൻറ്റോ യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യാം. ഏത് കളർ വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഇത് പെയിൻറ്റ് ചെയ്യാം. ഇനി ഇതിൽ സ്നോൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ ലീവ്സിൻ്റെയും, അതായത് സ്പൂണിൻ്റെ അറ്റത്തായിട്ട് ഗ്ലൂ ഗണ്ണുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ കുറച്ച് ഡ്രോപ്ലെറ്റ്സ് മാതിരി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമുക്കത് വൺസ് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റോ അല്ലെങ്കിൽ പേൾ പെയിൻറ്റോ മിക്സ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യാം. ഇനി ഇതാ ഈ പോർഷൻസ് ഉണ്ടല്ലോ, ഇതിലിങ്ങനെ നൂല് പോലെ നിന്നൊക്കെ ക്ലീനാക്കി. ഇനി ഈ പോർഷൻസിൽ നമുക്കിതേപോലെ ഇങ്ങനെ കുറച്ചൊരു സ്ട്രിങ് മാതിരി, ഒരു വള്ളികൾ മാതിരി ഉണ്ടാക്കി കൊടുക്കാം. ഞാനതിപ്പോൾ ഈ പ്ലേറ്റിലേക്ക് ഒട്ടിക്കുകയാണ്. നിങ്ങൾക്ക് റെയിൻഡിയറോ ക്രിസ്മസ് അപ്പൂപ്പനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ തന്നെ സ്റ്റിക്ക് ചെയ്യാം. ഞാൻ കണ്ടോ ഇതേപോലെ ഇങ്ങനെ സ്ട്രിങ്സ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് അതിലേക്ക് കുറച്ച് ബീഡ്സൊക്കെ ഒട്ടിക്കാം, ഈ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ചെറിയ ട്രീ ആയ കാരണം നമുക്ക് കുറേ സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാ ബീഡ്സ്, മുത്തുകളാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇതേപോലെ ഇത് വൺസ് ഒന്ന് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിന് ബലം വരുന്ന സമയത്ത് നമുക്ക് ഓരോ ബീഡ്സ് എടുത്തിട്ട് അതിൽ ഇതേപോലെ ഇങ്ങനെ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് സ്നോനൊക്കെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ടാവുക. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ ബീഡ്സിലും ഗ്ലൂ ആക്കിയിട്ട് ഇതിങ്ങനെ ആ സ്ട്രിങ്ങിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അത് തനിയെ ഗ്ലൂ ഡ്രൈ ആവണോട് കൂടിയിട്ട് അതതിൽ സ്റ്റിക്ക് ആയിക്കോളും. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ടേബിൾ ടോപ്പ് ക്രിസ്മസ് ട്രീ ആണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പാസ്തയോ അങ്ങനെ കുറച്ച് ഷേപ്പ് കിട്ടണ എന്തൊരു സാധനമാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. എസ്പെഷ്യലി സ്ഥലക്കുറവുള്ള ആൾക്കാർക്ക് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഇതേപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.